ഗൈസ്, റോന്ത് മൂവി കണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ രാഗത്തിനാണ് പടം കാണുന്നത്. വാട്ട് എ മൂവി, വാട്ട് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഷാഹി കബീർ, നിങ്ങൾ പുലിയാണ് നമുക്കൊക്കെ അറിയാം, പക്ഷേ ഇത് വേറെ ലെവൽ സംഭവമായി. ആദ്യം എടുത്തു പറയേണ്ട അടിപൊളി സ്ക്രിപ്റ്റ്, പിന്നെ അത് ചെയ്യാൻ രണ്ട് കഴിവുള്ള കലാകാരന്മാർ, ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു, തകർത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പടത്തിൽ ഒരാളെ പോലും പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. ബുക്ക് മൈ ഷോയിൽ നോക്കിയ സമയത്ത് ഇതിൽ കുറച്ച് ആക്ടേഴ്സിൻ്റെ ഡീറ്റെയിലേ കിട്ടിയിട്ടുള്ളൂ. പറയണം, ദിലീഷ് പോത്തൻ ഞാൻ വരാം, അതിലേക്ക് റോഷൻ മാത്യു അതും ഞാൻ വരാം. അരുൺ ഒരു പോലീസ് ഓഫീസർ റോൾ, DYSP റോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യൂട്ട് അഭിനയമാണ്. നമ്മൾ ഫോർത്ത് ഏപ്രിലൊക്കെയുള്ള അച്ചങ്ങാതി കുറേ പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അവൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമുള്ളൂ. സുധികോപ്പം ഗസ്റ്റ് റോളാണ് വരുന്നുള്ളൂ. കൃഷ്ണ കുറുപ്പ്, രാജേഷ് മാധവന് ഗസ്റ്റ് റോളുള്ളൂ. മുഹമ്മദ് റോഷൻ നമ്മുടെ ഉമർ ലുലുവിൻ്റെ പടത്തിലെ നായകൻ, മാണിക്യമലരായി, നന്ദനുണ്ണി, കുറേ ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ദിലീഷ് പോത്തൻ്റെ വൈഫ് ലക്ഷ്മി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട്. റോഷൻ്റെ വൈഫായിട്ട് വരുന്നത് കുട്ടിയുടെ ക്യാരക്ടർ, അമ്മയുടെ ക്യാരക്ടർ. ഇതിൽ കുറേ പോലീസുകാരുണ്ട്, തിയേറ്റർ ആർട്ടിസ്റ്റുകളൊന്നും അടിപൊളി പെർഫോമൻസാണ്. ഒന്നും പറയാനില്ല. അതുപോലെ ഷാഹി കബീർ, നിങ്ങളെ ഞാൻ നമിച്ചു. നിങ്ങൾ പോലീസ് കഥകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വല്ല ആളുകളെ നിങ്ങൾക്ക് ഫ്രണ്ട് സർക്കിളിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാരനാവാൻ ആഗ്രഹിച്ച ആളാണോ? കാരണം ഈ ഷാഹി കബീറിൻ്റെ പടങ്ങൾ എടുത്തറിയുന്നു. ആളാദ്യം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് ദിലീഷ് പോത്തൻ്റെ ഒപ്പമാണ്, തുണ്ടി മുതൽ പടത്തിനൊപ്പം. അതിനുശേഷം ചെയ്ത പടങ്ങൾ നായാട്ട്, അതൊരു പോലീസ് റിലേറ്റഡ് കഥകൾ. എന്താണ് ഇത്, എൻ്റെ റെഫറൻസൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തോ കിഡ് പടം. പോലീസ് ഓൺ ഡ്യൂട്ടി, അതും ഇത് പോലീസ് കഥയാണ് വരുന്നത്, റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ്. ജോസഫ്, അതും പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ് വരുന്നത്. അപ്പോൾ പോലീസ് ക്യാരക്ടേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥന് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. നമിച്ച് എന്തൊട്ടോ സ്ക്രീൻ പ്രസൻസ്, സ്ക്രിപ്റ്റ്, കാര്യങ്ങൾ. ഇനി പടം നടക്കുന്നത് ഫുൾ നൈറ്റാണ് കൂടെ, അതൊക്കെ എടുത്തു വെച്ചുള്ള രീതി, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഷാഹി കബീറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തുള്ളത്. വിനീത് ജയൻ, ജോജോ ജോസ്, രതീഷ് അമ്പാട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രഞ്ജിത്ത് TVM കൂടിയുണ്ട് പ്രൊഡ്യൂസർ. അനിൽ ജോൺസൺ മ്യൂസീഷ്യൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മുത്തേ നൈറ്റ് സീനുകളിലെ കുറച്ച് സാധനങ്ങൾ വന്നുകൊണ്ട്, പിന്നെ ഒന്ന് രണ്ട് പേടിപ്പിക്കുന്ന രണ്ട് സീനുകളുണ്ട്. നമ്മൾ പോലീസ് കഥകളിലൊക്കെ നമ്മൾ കാണുന്നുള്ള സംഭവങ്ങൾ, നൈറ്റിൽ സംഭവം പെട്ടെന്നുള്ള ആ സീനൊക്കെ എടുത്ത് വെച്ചുള്ള രീതിയിൽ പോകണ BGM ഒക്കെ വേറെ ലെവല്. ദൃശ്യത്തിൻ്റെ കാളാ ചെയ്തില്ല കേട്ടോ. ദൃശ്യം, ഊഴം, കുറേ പടങ്ങൾ കണ്ട് ഞാൻ ചെയ്തത്. ആള് വേർപുഴിയാണ്. അൻവർ അലി, എൻ്റെ മോനെ, മനേഷ് മാധവൻ സിനിമാട്ടോഗ്രാഫർ, ഒന്നും പറയാനില്ല. പ്രവീൺ മംഗലത്ത് എഡിറ്റർ, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നേരെ പടം, 2 മണിക്കൂർ 10 മിനിറ്റ് വേണ്ട പടമുള്ളൂ. നല്ല രസമായിട്ടാണ്. 2 മണിക്കൂർ 2 മിനിറ്റ് പടമുള്ളൂ. ബുക്ക് മൈ ഷോയിൽ കേട്ടോ. ദിലീഷ് നാഥ് പ്രൊഡക്ഷൻ ഡിസൈനർ, ജംഗിൾ പിക്ചേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഹൗസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ടീമുകൾ. ഇപ്പോൾ പടത്തിൽ കൂടുതൽ നൈറ്റാണ്. റോന്ത് എന്ന് പറഞ്ഞാൽ അറിയാം, പെട്രോളിങ്. അവർ പോലീസുകാരുടെ പ്രോബ്ലംസ്, കാര്യങ്ങൾ, ആ നൈറ്റ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അത് കുറച്ച് ഡാർക്കിലയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പല പടങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു, അതുപോലെ കുറ്റവും ശിക്ഷയും, അങ്ങനെ ഒരുപാട് പടങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്നൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വലിയ ചെറിയ ചെറിയ മോഷണം, തെഫ്റ്റ് കാര്യങ്ങൾ, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥ, കഞ്ചാവ്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. മോഷണമാണ് കൂടാതെ ഇപ്പോൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ നിന്ന് ഫുൾ ഡാർക്ക് സീൻസ്, വയലൻ്റായ ആളുകൾ, അതുപോലെ തന്നെ കൊല സംബന്ധമായിട്ടുള്ള ഇതായിട്ടുള്ള ആളുകൾ, മിസ്സിങ് കേസുകൾ കേട്ട് ഭയങ്കര ഒരു കുട്ടീനെ രക്ഷിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര കണക്ഷൻ വരും. പിന്നെ ഇവർക്ക് 2 പേർക്കും, ഇവിടെ നമ്മുടെ 2 നായകന്മാർക്ക് 2 രീതിയിൽ കണക്ഷൻ വരുന്നുണ്ട്. ഇവരുടെ ഫാമിലി ആയിട്ട് അവരനുഭവിക്കുന്ന കുറേ വിഷയങ്ങൾ ഈ പടത്തിൽ ഭയങ്കര കണക്റ്റ് ആണ്. ഈ കുട്ടികളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സീനുകളിലൊക്കെ ദിലീഷ് ബോസ് പ്രതികരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഭയങ്കര സംഭവമാണ്. ഭയങ്കര ഇമോഷണലി നമുക്കത് ഫീൽ ആവും. ഉള്ള മുഖത്ത് ക്യാമറ വെച്ചേക്കാട്ടോ. ഗംഭീര പെർഫോമൻസ്. റോഷനായാലും ശരി, അതേപോലെ ഫാമിലി മാനാണ്, കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഡെയിലി കടന്നു പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് ബാധ്യതയൊക്കെയുള്ള ആളാണ്. പിന്നെ 2 ആളുള്ളൊരു, ആദ്യം കുറച്ച് ദിലീഷ് പോത്ത് റഫായിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിട്ടാണ് പടത്തിൽ. ഇവർ തമ്മിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇവർ തമ്മിൽ നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് വരികയാണ്. അവസാനം ഒരു സംഭവമുണ്ട്, സ്പോയിലർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് പറയുന്നില്ല. ഇത് രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നൈറ്റൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. പടം നടക്കുന്നത് കണ്ണൂരാണ്, ഇരട്ടി, ധർമ്മശാല ഏരിയകളൊക്കെയാണ്. അതിൻ്റെയൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് പടത്തിൽ. പിന്നെ ദളിത് ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. അതിൻ്റെ റെഫറൻസ് നായാട്ടൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ രസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവരുടെ പടത്തിൻ്റെ റെഫറൻസ് തന്നെയാണല്ലോ. ഇതിൽ ജാതീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മിസ്സിങ് കേസായിട്ട് വലിയ വീട്ടിൽ കുട്ടിയാകുമ്പോൾ അവരെ സ്വാധീനിക്കാൻ
പല ആളുകളും ഉണ്ടാവില്ല, അത് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെ ഇവർ തമ്മിൽ ഫ്രണ്ട്സാണ്, പിന്നെ അവർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് ഈ പടത്തിൽ വരുന്നത്. ഇപ്പം നായാട്ടും അതുപോലെ പടക്കായിട്ട് കുറേ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ വരുന്നുണ്ട്. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. കുറച്ച് ഡാർക്കായ കുറച്ച് സംഭവങ്ങളുണ്ട്, ഇത് പേടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. നല്ല ത്രില്ലറാണ് പടം, അടിപൊളിയായിട്ട് കാണാം. ഇങ്ങനെ 2 മണിക്കൂർ 2 മിനിറ്റ് നേരം നമ്മളെ പടത്തിൻ്റെ ഒപ്പം നമ്മൾ ട്രാവൽ ചെയ്യണം ഈ 2 പോലീസുകാരും. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് സത്യം പറഞ്ഞ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ഡേ ആയിരുന്നു. പക്ഷെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ആ ടെൻഷനൊക്കെ മാറി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഞാൻ പടം കണ്ടു. 2 പേരെ പെർഫോമൻസ്, പിന്നെ ഷാഹി കബീർ നിങ്ങൾ മുത്താണ്, വേറെ ഒന്നും പറയാനില്ല. അതിഗംഭീരം, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പോലീസ് കഥകൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ നാമിച്ചു അടുത്ത പടത്തിനായിട്ട് കാത്തിരിക്കുന്നു. നിലവഴി പൂഞ്ചിറ എന്ന പടം കണ്ട ആളുകൾക്ക് ആളുടെ റേഞ്ച് അറിയാം. അവിടെ വേറെ ലെവലാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഞാൻ 1-2 പ്രാവശ്യം ടി വിയിലും കണ്ടിട്ടുണ്ട്, പിന്നെ മൊബൈലിലൊക്കെ അതിൻ്റെ സീനുകളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് കാണാറുള്ള. അതിനുശേഷം വരുന്ന പടം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. പിന്നൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ പടം എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ആ ഒരു ത്രില്ലർ മൂഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ കുറച്ച് നമ്മൾ പടത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യണം, ആ മൂഡൊക്കെ പിടിച്ച് കാണാൻ പറ്റിയ ഒരു നൈസ് സാധനം. ഗ്രേറ്റ് മൂവി, ഒസം മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും.